ഗുരുവായൂർ ടൗൺ ഹാൾ വിവാഹം നടത്താൻ ബുക്ക് ചെയ്തവർക്ക് നൽകാതെ നഗരസഭ മറ്റൊരു പരിപാടി നടത്തിയതായി പരാതി. ഇതുമൂലം കോഴിക്കോട് നിന്നെത്തിയ വിവാഹ സംഘത്തിന് മണിക്കൂറുകളോളം കാത്തിരിക്കേണ്ടി വന്നതായും പരാതിക്കാർ പറഞ്ഞു. ഇരിങ്ങപ്പുറം സ്വദേശി തറയിൽ സിദ്ധാർത്ഥനാണ് മകൻ അരുണിന്റെ വിവാഹത്തിനായി കഴിഞ്ഞ മെയ് മാസത്തിൽ നഗരസഭയിൽ പണമടച്ച് ടൗൺ ഹാൾ ബുക്ക് ചെയ്തത്. രാവിലെ 9 മുതൽ രാത്രി 9 വരെയുള്ള സമയമാണ് അനുവദിച്ചത്. എന്നാൽ രാവിലെ 9-നെത്തിയപ്പോൾ നഗരസഭയുടെ പരിപാടി കഴിയുന്നതുവരെ കാത്തിരിക്കാൻ ആവശ്യപ്പെട്ടതായി സിദ്ധാർത്ഥൻ പറഞ്ഞു. അതിദാരിദ്ര്യ വിമുക്ത നഗരസഭയായി പ്രഖ്യാപിക്കുന്നതിന്റെ ചടങ്ങാണ് നടന്നിരുന്നത്. ഇതിനുശേഷം കുടുംബശ്രീയുടെ വായ്പാ വിതരണ ചടങ്ങുമുണ്ടായിരുന്നു. പരിപാടി കഴിഞ്ഞ് 12:30-നാണ് വിവാഹ സംഘത്തിന് ടൗൺ ഹാൾ വിട്ടു നൽകിയത്. സമയം വൈകിയതോടെ സ്റ്റേജ് അലങ്കരിക്കാനും സൗണ്ട് സിസ്റ്റം തയ്യാറാക്കാനും കഴിഞ്ഞില്ല. കോഴിക്കോട് നിന്നെത്തിയ വധുവിന്റെ വീട്ടുകാരെ മണിക്കൂറുകളോളം പുറത്ത് കാത്തിരുത്തേണ്ടി വന്നതായി വരൻ പറഞ്ഞു. ഞങ്ങള് ഇവിടെ 5-ാം മാസത്ത് ബുക്ക് ചെയ്താണ് സ്റ്റേജ് ഓഡിറ്റോറിയം. അതിനുശേഷം അവര് ഇന്നലെ ഞങ്ങൾ വേറൊരു കല്യാണത്തിന് വന്നപ്പോഴാണ് ഇത് അറിഞ്ഞത് ഇവിടെ വേറൊരു പരിപാടി ഓൾറെഡി അവര് ഏൽപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത്. അതിനുശേഷം ഞങ്ങൾക്ക് സ്റ്റേജ് ഡെക്കറേറ്റ് ചെയ്യാനൊന്നും പറ്റിയില്ല. അവസ്ഥ കണ്ടില്ലേ. അതുകൊണ്ട് ഇന്ന് പെണ്ണിന്റെ വീട്ടിൽ നിന്ന് വന്നവരെ 2:30 മണി വരെ വേറൊരു സ്ഥലത്ത് അക്കോമഡേറ്റ് ചെയ്യേണ്ടി വന്നു. ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റാണ്ട്. എന്നിട്ടും ഇത് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ഇവര് മൊത്തം പൈസ വാങ്ങിക്കുന്നതിന് ഇവർക്കൊരു ബുദ്ധിമുട്ടില്ല. വേറെ ആൾക്ക് ഒരു ഇഷ്യൂ ഉണ്ടാവാൻ പാടില്ല. പരിപാടി കഴിഞ്ഞിറങ്ങിയ നഗരസഭാ ചെയർപേഴ്സണുമായും കൗൺസിലർമാരുമായും തർക്കമായി. ഇത് സംബന്ധിച്ച് സെക്രട്ടറിക്ക് പരാതി നൽകുമെന്നും സിദ്ധാർത്ഥൻ പറഞ്ഞു. എന്നാൽ 3 മണിക്ക് റിസപ്ഷൻ തീരുമാനിച്ചിരുന്നതിനാലാണ് രാവിലെ പരിപാടി നടത്തിയതെന്ന് നഗരസഭ അറിയിച്ചു. TCV ഗുരുവായൂർ.